ജിനൂവി അബ്രഹാമിൻ്റെ റൈറ്റിങ്ങിൽ വൈശാഖിൻ്റെ ഡയറക്ഷനിൽ പുറത്തു വന്നിരിക്കുന്ന ഖലീഫ മൂവി. ഇതിൽ കുറേ മുസ്ലിം ശൈലിയിലുള്ള സോങ്സ് ഉണ്ട് കേട്ടോ. അതൊക്കെ നന്നായിരുന്നു. എനിക്ക് അത്തരം പാട്ടുകളൊക്കെ ഇഷ്ടമാണ്. ഏത് മതവിഭാഗത്തിൽപ്പെട്ട സോങ്സ് ആയാലും അത്തരം ശൈലികളുള്ള നല്ല പാട്ടുകളാണെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇതിൽ അത്തരം പാട്ടുകൾ, മാപ്പിളപ്പാട്ടും അതുപോലത്തെ ത്രില്ലിംഗ് ആയ തരത്തിൽപ്പെട്ട പാട്ടുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭാഷ ചിലതൊന്നും മനസ്സിലാകാത്ത അറബി ഒക്കെ ആണെങ്കിലും, അറബി മാത്രമല്ല മലയാളത്തിലുള്ള സോങ്സ് തന്നെയാണ്, ഇടയ്ക്ക് അങ്ങനെയും കയറി വരുന്നുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ കേട്ടിരിക്കാൻ നല്ല രസമുണ്ട്. അതിനനുസരിച്ച് ജെയ്ക്സ് ബിജോയിൻ്റെ മ്യൂസിക്കും നന്നായിരുന്നു. പിന്നെ ഇതിലെ ലാസ്റ്റ് ഉള്ള ആക്ഷനൊക്കെ ജെയ്ക്സ് ബിജോയ് നല്ല BGM കൊടുത്തിട്ടുണ്ട് കേട്ടോ. പുള്ളിയാണ് ഇതിൻ്റെ കമ്പോസർ. അപ്പോൾ കുഴപ്പമില്ലാത്ത മ്യൂസിക് ഉണ്ട്. പിന്നെ ഈ സിനിമയിൽ പൃഥ്വിരാജിനെ കുറിച്ച് തന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങാം. പൃഥ്വിരാജ് ഒരു സിനിമയ്ക്ക് വേണ്ടി അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൽ തൻ്റെ റോള് എന്താണോ അതിനനുസരിച്ച് ബോഡി ലാംഗ്വേജും പുള്ളി മാറ്റാറുണ്ട് അല്ലേ. ആടുജീവിതത്തിലൊക്കെ നന്നായിട്ട് ഡയറ്റ് ചെയ്ത് എല്ലും തോലുമായി മാറി ആ കഥാപാത്രത്തിന് വേണ്ടി പുള്ളി വളരെയധികം കഷ്ടപ്പെട്ട് തന്നെയാണ് ആ സിനിമ ചെയ്തത്. അതിന് തീർച്ചയായിട്ടും ഓസ്കാർ കിട്ടേണ്ട സിനിമ തന്നെ ആയിരുന്നു. അതിൽ യാതൊരു തർക്കവുമില്ല. പുള്ളി അത്ര എഫർട്ട് എടുത്തിട്ടുണ്ട്, പക്ഷേ കിട്ടിയില്ല. രാഷ്ട്രീയവും കാര്യങ്ങളും ഒക്കെ അതിൽ ഉണ്ടല്ലോ, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ പൃഥ്വി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തൻ്റെ ബോഡിയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ സിനിമ നല്ല ആക്ഷൻ ഉള്ള സിനിമയായതുകൊണ്ട് പുള്ളി നല്ലൊരു ജിമ്മനായിട്ട് തന്നെയാണ്, ബോഡി നല്ല ഫിറ്റ്നസ് വർക്കൊക്കെ ചെയ്ത് കട്ടയ്ക്കുള്ള ജിം ബോഡിയുമായിട്ട് തന്നെയാണ് പുള്ളി ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ കോസ്റ്റ്യൂം, പുള്ളിയുടെ മാത്രമല്ല സിനിമയിലെ മൊത്തം കോസ്റ്റ്യൂംസൊക്കെ മാഷാർ ഹംസയാണ് ചെയ്തിരിക്കുന്നത്. മേക്കപ്പും കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ പുള്ളി കട്ടയ്ക്ക് വന്നിട്ടുണ്ടെങ്കിലും ഇതിലെ ആദ്യത്തെ 2 ആക്ഷൻസ് അതിൽ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്ഷൻസ് അല്ല. ആയുധങ്ങൾ ഉണ്ടെങ്കിലും ആയുധങ്ങൾ മാത്രം. ഇപ്പോൾ DC മൂവിയിലൊക്കെ ശരിക്കും ലോകേഷ് കനകരാജ് ആക്ഷനൊന്നും ചെയ്യുന്നില്ല, വെറും വെട്ടും കുത്തും കശാപ്പ് മാത്രമേ ചെയ്യുന്നുള്ളൂ. എവിടെയാണ് അതിൽ പുള്ളി കട്ടയ്ക്ക് നിന്നിട്ട് അടിച്ചിരിക്കുന്നത്? ഒന്നുമില്ല, വെറും വെട്ടും കുത്തും മാത്രമേ ഉള്ളൂ. അതിന് വയലൻസ് മാത്രമേ ഉള്ളൂ അതിൽ. പക്ഷേ ഇതിലങ്ങനെയല്ല. പൃഥ്വി കട്ടയ്ക്ക് നിന്ന് നേർക്ക് നേരുള്ള മുട്ടന്നെയാണ് ഉള്ളത്. പക്ഷേ ആദ്യത്തെ 2 ഫൈറ്റിലും പുള്ളിയുടെ ആ ബോഡിക്ക് അനുസരിച്ചുള്ള വെയിറ്റുള്ള പഞ്ച് തന്നെ അതിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അത് ഞാൻ ഒരു നിരാശയുണ്ടാക്കി. കാരണം അത് പുള്ളി അങ്ങനെയാണ് ബോഡി ഇതിൽ ഒരുങ്ങി വന്നിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഓരോ അടിക്കും, ഇപ്പോൾ മാർക്കോ സിനിമ പറയുകയാണെങ്കിൽ ഉണ്ണി മുകുന്ദൻ്റെ ആ കോണിക്കൂടിലുള്ള വെച്ച അടിയുണ്ടല്ലോ, അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എനിക്ക് അതാണ് ഈ സിനിമ കാണുമ്പോൾ ഓർമ്മ വന്നത്. പുള്ളി ആ ഒറ്റ ഒരു ആക്ഷനിൽ പുള്ളിയുടെ ആ ഹാർഡ് വർക്ക് തെളിയിച്ച പടമാണ് മാർക്കോ. എനിക്ക് ആ കോണിക്കൂട് ആക്ഷൻ എത്ര കണ്ടാലും മതിയാവില്ല, എങ്ങനെ പുള്ളി ചെയ്തു എന്ന് തോന്നും. അതിൻ്റെ ആക്ഷൻ കൊറിയോഗ്രാഫിയും ഗംഭീരമായിരുന്നു. പക്ഷേ ഇതിൽ സ്റ്റണ്ട് കൊറിയോഗ്രാഫി യാനിക് ബെൻ, അതേപോലെ ചേതൻ ഡിസൂസ, ഫോയിനിക്സ് പ്രഭു, അങ്ങനെ 8 പേരാണ് ഇതിൻ്റെ കൊറിയോഗ്രാഫി ഫൈറ്റിന് ചെയ്തിരിക്കുന്നത്. പക്ഷേ അവർ ഇത്ര പേര് ചെയ്തതിനുള്ള ഫലം ഇതിലുണ്ടോ ചോദിച്ചാൽ എനിക്ക് ഉണ്ട് എന്ന് പറയാനേ പറ്റുള്ളൂ. കാരണം ഫൈറ്റ് സീനൊക്കെ കട്ടയ്ക്കുള്ള ഫൈറ്റാണെങ്കിലും ഞാൻ പ്രതീക്ഷിച്ച അത്രയ്ക്കുള്ള വെയിറ്റ് അതിന് ഉണ്ടായിരുന്നില്ല. എന്നാൽ അവസാനമുള്ളൊരു ഫൈറ്റ് ഉണ്ട്, അത് കിടിലനായിരുന്നു കേട്ടോ. നല്ല വെയിറ്റ്, അത്യാവശ്യം നല്ല വെയിറ്റ് അല്ല, അത്യാവശ്യം വെയിറ്റ് പൃഥ്വി അവിടെ കാണിച്ചിട്ടുണ്ട്. ഓരോ പഞ്ചിലും നന്നായിരുന്നു. പക്ഷേ അവിടെ കൊണ്ടുപോയിട്ട് നമ്മുടെ എഡിറ്റർ, ഈ സിനിമയ്ക്ക് എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് ചമൻ ചാക്കോയാണ്. പുള്ളിക്ക് റെഡ് കളർ ഒരു വീക്ക്നെസ് ആണെന്ന് തോന്നുന്നു. വെറുതെ ആവശ്യമില്ലാതെ അവിടെ റെഡ് കളറിൽ കളർ ഗ്രേഡിങ് ചെയ്തു വെച്ചിരിക്കുന്നു, ഒപ്പം ഡാർക്ക്നെസ്സും. പുള്ളി ഇപ്പോൾ ബ്രൊമാൻസ് മൂവിയും ചമൻ ചാക്കോ തന്നെയാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. അതിലും ഇതേപോലെ റെഡ് കളറാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. എന്താണ് പുള്ളിക്ക് റെഡിനോട് ഇത്ര താല്പര്യം എന്ന് മനസ്സിലാവുന്നില്ല. അതായത് ഇത്രയും നല്ലൊരു ആക്ഷൻ ചെയ്യുമ്പോൾ അതിന് നമുക്ക് കാണാനുണ്ടാവണ്ടേ, അത് അവിടെ ഡാർക്ക്നെസ് ആണ്. അതേപോലെ ഈ റെഡ് കളറും അതൊന്ന് മാറ്റി പിടിച്ചിട്ട് ഒന്നുകൂടി ബ്രൈറ്റ്നെസ് കൊടുത്തിരുന്നെങ്കിൽ ആ ആക്ഷൻ ഒന്നുകൂടി ഉഷാറാകുമായിരുന്നു. എന്നാലും കുഴപ്പമില്ലാത്ത ആക്ഷനാട്ടോ അവസാനം ഉള്ളത്. പിന്നെ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് ജോമോൻ ടി ജോണാണ്. കുഴപ്പമില്ല, നല്ല സിനിമാറ്റോഗ്രാഫി തന്നെ. ഫാസ്റ്റ് ക്യാമറ മോഷനൊക്കെ ഉണ്ട്, അതൊക്കെ പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ലാലേട്ടൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം, ഇതിൽ ലാലേട്ടൻ ഉണ്ട് എന്ന്.
പക്ഷേ പുള്ളി ഉണ്ട് എന്നേ ഉള്ളൂ. വലിയ കാര്യങ്ങൾ ഞാനും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഇത് നേരത്തെ തന്നെ ഇൻ്റർവ്യൂകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ ലാലേട്ടനെ പ്രതീക്ഷിക്കാന്നേ ഉള്ളൂ എന്ന്. ഇനി സെക്കൻഡ് പാർട്ട് ഉണ്ടാവുകയാണെങ്കിൽ അതിൽ വലിയ കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഈ സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ പുള്ളിയെക്കുറിച്ചുള്ള ഹൈപ്പ് കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത് നന്നായിരുന്നു. പക്ഷേ ലാലേട്ടനെ മാത്രമേ ഞാൻ ഇതിൽ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. ഇതിൽ വേറൊരാൾ കൂടി ഉണ്ട് കേട്ടോ. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പുള്ളീനെ കണ്ടതും തന്നെ എനിക്ക് ഒരു കാര്യം ഉറപ്പായി, സെക്കൻഡ് പാർട്ടിൽ പുള്ളി വേണം. കാരണം പുള്ളി ഒരു നല്ല ആക്ഷൻ ഹീറോയാണ്. പുള്ളി ഇതിലും ആക്ഷൻ ചെയ്യുന്നുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ. പുള്ളീനെ കണ്ടപ്പോൾ ഒരു പ്രതീക്ഷ സെക്കൻഡ് പാർട്ടിന് തോന്നി. കാരണം പൃഥ്വി ഈ സിനിമയിൽ കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പുള്ളിക്ക് ആ ആക്ഷൻ കൊറിയോഗ്രാഫിയിൽ ഒന്നുകൂടി ഉഷാറാക്കിയിരുന്നെങ്കിൽ പുള്ളിയുടെ ആ ബോഡി ലാംഗ്വേജിനനുസരിച്ച് നമുക്ക് നല്ല എൻജോയ് ചെയ്യാമായിരുന്നു. എന്നാലും കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ പൃഥ്വിക്ക് ഈ സിനിമയിലുള്ള കാര്യങ്ങൾ ഒക്കെ പുള്ളി ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇനി സെക്കൻഡ് പാർട്ടിൽ പുള്ളിയുടെ അവസ്ഥ എന്താവും എന്നറിയില്ല. മിക്കവാറും ലാലേട്ടന് തന്നെ ആയിരിക്കും അതിൽ പ്രാധാന്യം ഉണ്ടാവുക. എന്തായാലും ഞാൻ പറഞ്ഞ മറ്റേ ആക്ഷൻ ഹീറോ അതിൽ വേണം. പുള്ളിയുടെ നല്ല സംഭവങ്ങളും വേണമെന്ന് പ്രതീക്ഷിക്കുന്നു. പുള്ളി ഇതിലുണ്ട്. കണ്ടതും തന്നെ എല്ലാവർക്കും ആ സസ്പെൻസിൽ തിയേറ്റർ മുഴുവൻ ആർപ്പ് വിളിയായിരുന്നു. പിന്നെ ഈ സിനിമയിൽ കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ മോഹിനീനെ കാണുകയാണ്. അവർ കുറേ ആയിട്ട് പഴയ ഒരു ഹീറോയിനാണ്. ജയറാമേട്ടൻ്റെ സിനിമകളിലും ഒക്കെ വരുന്ന, അതേപോലെ ലാലേട്ടൻ്റെ പഴയൊരു സിനിമ നാടോടിയോ അതിലൊക്കെ മോഹിനിയാണ് ഹീറോയിൻ. നല്ലൊരു ഹീറോയിനാണ്. അപ്പോൾ അവർ ഈ സിനിമയിലുണ്ട്. അവരുടെ വേഷം കുഴപ്പമില്ലാതെ അവർ ചെയ്തിട്ടുണ്ട്. ഇതിൽ പൊരുത്തക്കേട് തോന്നിയ ഒരു സീന് പറയുകയാണെങ്കിൽ, പൃഥ്വിരാജ് കേരളത്തിൽ നിൽക്കുമ്പോൾ പുള്ളി ഒരു ബ്രൗൺ ഷർട്ടൊക്കെ ഇട്ടിട്ട് കാറിൻ്റെ അടുത്ത് നിൽക്കുന്നു. ആ സമയത്ത് ഒരു ഫോൺ കോൾ വരുന്നു. അപ്പോൾ പുള്ളി അറ്റൻഡ് ചെയ്യുന്നു. അറ്റൻഡ് ചെയ്തിട്ട് അടുത്ത നിമിഷം തന്നെ പുള്ളി അതാ നിൽക്കുന്നു നേപ്പാളിൽ. അതെങ്ങനെയാണെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഒന്ന് നേപ്പാളിൽ ഇരുന്നുകൊണ്ട് ആ കോള് അറ്റൻഡ് ചെയ്യുന്നത് പോലെ കാണിക്കാം, അല്ലെങ്കിൽ വേറെ കുറച്ച് ടൈം എടുത്ത് അവിടെ പോയ പോലെ കാണിക്കാം. ഇത് കോൾ എടുത്തത് തന്നെ പുള്ളി അവിടെ എങ്ങനെ എത്തിയെന്ന് മനസ്സിലായില്ല. കുറച്ച് സെക്യൂരിറ്റി ഗാർഡുകൾ വില്ലന്മാരോട് ഫൈറ്റ് ചെയ്യുന്ന ഒരു സംഭവത്തിലുണ്ട്. അത് എവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല. അത് കുറച്ച് ത്രില്ലിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഭയങ്കര ആക്ഷൻ അല്ലെങ്കിലും അവരുടെ ആ സാന്നിധ്യം ആ സമയത്ത് അവിടെ ഉണ്ടായത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആ എയർപോർട്ടിലെ ഭാഗങ്ങളാണ്, കസ്റ്റംസിൻ്റെ ഭാഗങ്ങളാണ്. അത് നന്നായിരുന്നു, നല്ല ത്രില്ലിംഗ് ആണ്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ഈ സിനിമ കുഴപ്പമില്ല, കണ്ടിരിക്കാം. കാരണം എവിടെയും ബോറിംഗ് ഒന്നുമില്ല, നല്ല ആക്ഷനുണ്ട്. അതേപോലെ ഒരു കഥ കൊണ്ടുപോയിട്ടൊരു ഏകദേശം പൂർത്തീകരിച്ച രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ കഥ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. ഇനി പാർട്ട് 2 എന്താണ് ഇവർ എടുക്കാൻ പോകുന്നത് എനിക്കറിയില്ല. ഏകദേശം പൂർത്തീകരിച്ച ലെവലിലാണ്. നന്നായിരുന്നു. അതേപോലെ എവിടെയും ഒരു ലാഗൊന്നും തോന്നുന്നില്ല, ബോറടിയൊന്നും തോന്നുന്നില്ല. അങ്ങനെ തന്നെയാണ് സിനിമ മൂവിങ് ആകുന്നത്. കണ്ടിരിക്കാം.